ഹലോ, അതെ, നമസ്കാരം. ആ സാർ, ഞാനിന്ന് താലൂക്ക് ഓഫീസിൽ നിന്ന് സാറിനൊന്ന് കാണാതിരിക്കായിരുന്നു. അതെയോ, സന്തോഷം സാർ. അയ്യോ, ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോലിയല്ലേ. സാറിനെ പോലെ അവരുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഇത്രയും ഉത്തരവാദിത്തമുള്ളൊരു ജോലി ചെയ്യാൻ എന്നെ സഹായിച്ചത്. അതെ സാർ, ഞാൻ സാറിനെ ഒന്ന് കണ്ടോളാം. ആ ശരി സാർ. എന്തോ ഭയങ്കര കാര്യം ചെയ്ത് മട്ടുണ്ടല്ലോ, എന്താ സംഭവം? നിനക്ക് എന്നൊരു വിലയിൽ നോർത്ത് മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. വിളിച്ചത് തഹസിൽദാരാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് നീ കേട്ടോ? ഞാൻ എങ്ങനെ കേൾക്കാനാ മോഹനേട്ടാ? ഫോൺ മോഹനേട്ടന്റെ ചെവിയിലല്ലായിരുന്നോ? തഹസിൽദാർ പറയുകയാണ്, മോഹനകൃഷ്ണ, തന്നെ ഞാൻ സമ്മതിച്ചു. തന്നെ ഓർത്ത് റവന്യൂ വകുപ്പിന് മുഴുവൻ അഭിമാനമാണെന്ന്. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ വില്ലേജ് ഓഫീസർ കാര്യമായിട്ട് നോപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താ കാര്യം? മലമറിച്ചോ? ഭാമേ, പടിഞ്ഞാറേക്കര കോളനിയിൽ 10-12 ഏക്കർ ഭൂമി വെറുതെ കിടപ്പുണ്ട്. അവിടെ ഒരു ആശുപത്രി പണിയാൻ സർക്കാർ തരത്തിൽ ആലോചന തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഭൂമി സർക്കാരിന്റേതാണ്, അതുകൊണ്ട് സ്ഥലമെടുപ്പിന്റെ പ്രശ്നം പോലും വരുന്നില്ല. പക്ഷെ അവിടെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? ഈ കോളനിയിലെ കുറച്ച് ചെറുപ്പക്കാർ എന്ത് നല്ല കാര്യത്തിനും ഉടക്കിടുന്നവരാണ്. ആശുപത്രിക്കായി ഈ സ്ഥലം ആരോഗ്യവകുപ്പിന് കൈമാറിയാൽ അവർ പ്രശ്നമാക്കുമെന്ന സൂചന നേരത്തെ കിട്ടിയത് കൊണ്ടാണ് സർക്കാർ ഇതുവരെ അനങ്ങാതിരുന്നത്. കഴിഞ്ഞ മാസം കളക്ടർ തഹസിൽദാരെ വിളിച്ചിട്ട് നാട്ടുകാരുടെ എതിർപ്പില്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കാൻ പറഞ്ഞു. തഹസിൽദാർ ഈ പ്രശ്നം എന്നെ ഏൽപ്പിച്ചു. നേരിട്ട് കോളനിയിൽ ചെന്ന് കാര്യം പറഞ്ഞാൽ ആ ചെറുപ്പക്കാർ ഉടക്കിടും എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ തന്ത്രപരമായ ഒരു നീക്കം നടത്തി. എന്താണാവോ ആ തന്ത്രപരമായ നീക്കം? 2 ആഴ്ച മുമ്പ് കോളനിയിലെ ഒരാളെ പാമ്പ് കടിച്ചു. ടൗണിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അയാൾ മരിച്ചുപോയി. ആ അവസരം മുതലെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. കുറച്ചു ദിവസം മുമ്പ് മരണമടഞ്ഞ ആളുടെ വീട്ടിൽ ഞാൻ ചെന്നു. പാമ്പ് കടിയേറ്റ് മരിച്ചതിന്റെ പേരിൽ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം ശരിയാക്കി കൊടുക്കാനാണ് ഞാൻ ചെന്നത്. സർക്കാർ സഹായം കിട്ടുമോ എന്നറിയാൻ അവിടെ ഉള്ളവരെല്ലാം ഒത്തുകൂടി. അവരോട് ഞാൻ ചോദിച്ചു, പാമ്പ് കടിയേറ്റ ആളെ ടൗണിലെ ആശുപത്രി വരെ കൊണ്ടുപോകേണ്ടി വന്നതുകൊണ്ടല്ലേ മരിച്ചുപോയത്? ഇവിടെ ഈ കോളനിക്കകത്ത് ഒരു ആശുപത്രി ഉണ്ടായിരുന്നുവെങ്കിൽ അയാളെ രക്ഷിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അതോടെ സംഭവം ചർച്ചയായി. ഉടനെ കോളനിക്കകത്ത് ഒരു ആശുപത്രി ഉണ്ടാക്കാൻ സമരം ചെയ്യാൻ ഞാൻ അവരോട് പറഞ്ഞു. കൂട്ടത്തിൽ ഉടൻ ആശുപത്രി അനുവദിക്കണമെന്ന് പറഞ്ഞ് കോളനിക്കാർ ആരോഗ്യമന്ത്രിക്ക് ഒരു നിവേദനം. ഇപ്പോഴെന്തായി? കോളനിക്കാരുടെ ആവശ്യം അംഗീകരിച്ച് സർക്കാർ ആശുപത്രി പണിയുന്നു. പിന്നെങ്ങനെ കോളനിക്കാരെ എതിർക്കും? എന്റെ തന്ത്രപരമായ നീക്കങ്ങളെ അഭിനന്ദിക്കാനാണ് തഹസിൽദാർ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്. ഇത്ര ഉണ്ടായിരുന്നുള്ള കാര്യം? ഞാൻ കരുതി മോഹനേട്ടന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം തീർന്നു എന്ന്. ഇതൊരു ആശുപത്രി കാര്യം. എന്താണ്? നിനക്കെന്താ ആശുപത്രി എന്ന് കേട്ടപ്പോ ഒരു പുച്ഛം? നാട്ടിൽ തർക്കവും വഴക്കവുമില്ലാതെ ഒരു ആശുപത്രി വരുന്നത് കെ മോഹനകൃഷ്ണന്റെ സാമർഥ്യം കൊണ്ടാണ് സമ്മതിക്കാൻ നിനക്ക് എന്താ എത്ര വിഷമം? ഭാമേ, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊന്നും ആയിരുന്നില്ല. നീ എന്താ ചെയ്യുക? നമുക്ക് കോളനിക്കാർക്ക് കോടതിയിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ. പക്ഷേ നാട്ടുകാരിളകി കഴിഞ്ഞാൽ ഒരു കോടതി വിധിക്കും തടയാൻ പറ്റില്ല. ഇത്തരം അവസരങ്ങളിലാണ് നമ്മൾ തന്ത്രപരമായി ഇടപെടേണ്ടത്. ഈ വിഷയത്തിൽ സർക്കാർ വാദിയും കോളനിക്കാർ പ്രതിയുമാണ്. പക്ഷേ പ്രതികളെ കൊണ്ട് തന്നെ വാദിയുടെ ആവശ്യം പറയിപ്പിച്ചു. അത് കെ മോഹനകൃഷ്ണന്റെ ബുദ്ധി. അത് അത്ര വലിയ ബുദ്ധിയായിട്ട് എനിക്ക് തോന്നില്ല. കാരണം നിനക്ക് ബുദ്ധി എന്നൊരു സാധനമില്ലല്ലോ. ഒരു തർക്കം നടക്കുമ്പോ നമ്മുടെ എതിരാളിയെ കൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയിപ്പിക്കാൻ പറ്റുന്നത് ചെറിയൊരു കാര്യമാണോ? മോഹനകൃഷ്ണൻ മാന്യത കാണിക്കേണ്ടിടത്ത് മാന്യത കാണിക്കും, നിയമം പറയേണ്ടിടത്ത് നിയമം പറയും, തന്ത്രപരമായി നീങ്ങേണ്ടിടത്ത് തന്ത്രപരമായി നീങ്ങും. ആര് വന്നിട്ടുണ്ട്, അതാരാണെന്ന് തന്ത്രപരമായിട്ട് പോയി നോക്കിയേക്കൊള്ളാം.
എന്റെ സാമർഥ്യം അംഗീകരിക്കാനുള്ള നിന്റെ വിഷമമാണ് ഇപ്പൊ കാണുന്നത്. ഇത് വേറെ കൊണ്ടല്ല, നിനക്ക് എന്നോട് മുടിഞ്ഞ അസൂയാണ്. പക്ഷേ ഭാമേ, എനിക്കിതിന്റെ അംഗീകാരം വേണ്ട. ഇപ്പോ തഹസിൽദാർ വിളിച്ച് അഭിനന്ദിച്ചു, കുറച്ച് കഴിയുമ്പോ കളക്ടർ വിളിക്കും, റവന്യൂ സെക്രട്ടറി വിളിക്കും, റവന്യൂ മന്ത്രി വിളിക്കും, പിന്നെ മുഖ്യമന്ത്രി വിളിക്കും. എന്റെ പൊന്നെ, എല്ലാം സമ്മതിച്ചു. പുറത്താരാണെന്നൊന്ന് പോയി നോക്ക്. ആരാ? എന്റെ പേര് ഏലിയാസ്. വക്കീലിനൊന്ന് കാണാൻ വന്നതാ. വക്കീലില്ലേ? ഉണ്ട്. ഭാമേ, ഞാൻ ഇന്നലെ ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി വക്കീലിനെ പോയി കണ്ടിരുന്നു. പക്ഷെ വക്കീൽ കേസ് ഏറ്റില്ല. അത് പറ്റി? സാധാരണ ഏത് കേസ് കിട്ടിയാലും വക്കീലന്മാർ ചാടി പിടിക്കുന്നതാണല്ലോ. എന്റെ സാറേ, എന്റെ ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 5-6 കൊല്ലമായി. എഗ്രിമെന്റ് ഒക്കെ കൃത്യമായി എഴുതിയാ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആദ്യമൊക്കെ വാടകക്കാർ കൃത്യമായി വാടക തരുമായിരുന്നു. എനിക്കങ്ങനെ വേറെ അധികം വരുമാനമൊന്നുമില്ല സാറേ. ഈ കെട്ടിടത്തിന്റെ വാടക കൊണ്ട് സമാധാനമായി ജീവിച്ചു പോവുകയായിരുന്നു. ആഹാ, ഏലീസേട്ടനായിരുന്നു. ആ കേസ് കേൾക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അങ്ങനെ പറയല്ലോ വക്കീലെ. ഇനിയും ഇങ്ങനെ പോയാൽ എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. എന്റെ ഭാഗത്താണ് ന്യായം ഒന്ന് വക്കീലിന് അറിയാമല്ലോ. അതൊന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഈ കേസ് വാദിക്കാൻ എനിക്ക് നേരമില്ല. എന്താ ഏലിസേട്ടന്റെ പ്രശ്നം? കഴിഞ്ഞ 8-9 മാസമായി വാടകക്കാർ വാടക തരുന്നില്ല. പലവട്ടം ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോഴൊക്കെ പറയുന്നത് ഉടനെ തരാം, അടുത്ത ആഴ്ച തരാമെന്നൊക്കെയാണ്. ഒടുവിൽ കഴിഞ്ഞ ആഴ്ച എന്നപ്പോ പറയുക, കാശ് തരാൻ സൗകര്യമില്ല, തനിക്ക് പറ്റുന്നൊക്കെ താൻ ചെയ്തോന്നു. അതെവിടുത്തെ ന്യായം? ഏലിസേട്ടന് പോലീസിൽ പരാതിപ്പെടാൻ പാടില്ലായിരുന്നു? പോലീസിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല സാറേ. പോലീസൊക്കെ അവരുടെ പക്ഷത്താ. കോടതി പോവുകയല്ല, വേറെ വഴിയില്ല. ഏലിയസേട്ടാ, ചേട്ടൻ പറഞ്ഞതൊക്കെ ന്യായമാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ കേസ് വാദിക്കാൻ എനിക്ക് പറ്റില്ല. വേറെ ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടാ മതി. ഇതാര് വാദിച്ചാലും ജയിക്കുന്ന കേസാണ്. അങ്ങനെയല്ല വക്കീലെ. വേറൊരാളെ ഏൽപ്പിച്ചിട്ട് കേസ് തോറ്റുപോയാ പിന്നെ ജീവിക്കാൻ എനിക്ക് വേറെ വരുമാനമില്ല. അതുകൊണ്ടാ. എന്തൊക്കെ പറഞ്ഞാലും ഈ കേസ് വാദിക്കാൻ എനിക്ക് പറ്റില്ല. ഇനി ഇത് പറഞ്ഞ് വെറുതെ വക്കീലാഫീസ് വീടുമായിട്ട് കയറി ഇറങ്ങിയിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. സാറേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എന്റെ ഗതികേട് സാറ് മനസ്സിലാക്കണം. സാറ് പറഞ്ഞ വക്കീല് കേൾക്കും. ഭാര്യയും 2 മക്കളും ഉണ്ട് സാർ. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാ. സാർ വക്കീലിനോട് പറയണം. ഇനിയും വാടക കിട്ടായിരുന്ന ഞാനും കുടുംബം വല്ല വിഷവും കഴിച്ച് ചാവും. ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല. ഇപ്പൊ നീ കാണിച്ചത് തികഞ്ഞ ധിക്കാരമാണ്. ഒരാൾ അങ്ങേയറ്റം ന്യായമായ ഒരു ആവശ്യം പറഞ്ഞു വരുമ്പോ അതിന് പുല്ലുവില കൽപ്പിക്കാതിരിക്കുന്നത് എവിടത്തെ ന്യായമാണ്? ഇതെന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഏത് കേസ് വാദിക്കണം, ഏത് കേസ് വാദിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതെവിടത്തെ ന്യായം? കൊലക്കേസിലെയും മോഷണക്കേസിലെയും പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന ഒരു വക്കീലല്ലേ നീ? ഇപ്പോ ഏലിയാസ് എന്നൊരു പാവം മനുഷ്യൻ അങ്ങേയറ്റം ന്യായമായ ഒരു ആവശ്യം പറഞ്ഞു വന്നപ്പോ നിനക്ക് കേസ് വാദിക്കാൻ വയ്യ. ചുരുക്കി പറഞ്ഞാൽ മാന്യന്മാർക്ക് വേണ്ടി നീ കേസ് വാദിക്കില്ല. കള്ളന്മാർക്കും തെമ്മാടികൾക്ക് വേണ്ടി മാത്രമേ നീ വാദിക്കൂ. മോഹനേട്ടാ, ഈ ഏലിയാസ് എന്ന് പറയുന്ന ആളുടെ കേസ് ഒരു വലിയ കേസൊന്നും അല്ല. അതൊക്കെ ഏതെങ്കിലും സാധാരണ വക്കീല് വാദിക്കാവുന്നല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണോ? ഭാമേ, ഒരു അന്യായം നടന്നു കണ്ടാൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ് മനുഷ്യധർമ്മം. ഇവിടെ ഏലിയാസ് എന്ന് പറഞ്ഞൊരു മാന്യനെ അയാളുടെ വാടകക്കാരൻ പറ്റിച്ചിരിക്കുകയാണ്. ഇപ്പൊ നീ ചെയ്യേണ്ടത് ഏലിയാസിന് വേണ്ടി കേസ് വാദിച്ച് ജയിച്ച് ആ വാടകക്കാരനെ അവിടെ നിന്ന് ഇറക്കി വിട്ട് ഏലിയാസിന് കിട്ടേണ്ട കാശ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ലേ? വക്കീലന്മാര് മൊത്തം കള്ളന്മാരാണെന്ന് എനിക്കറിയാം. പക്ഷേ വല്ലപ്പോഴുമെങ്കിലും സത്യത്തിന് വേണ്ടി വാദിച്ചില്ലെങ്കിൽ ഈ ശാപമൊക്കെ നീ എവിടെ കൊണ്ടുവയ്ക്കും? അത് ഞാനങ്ങ് സഹിച്ചോളാം. തീർന്നല്ലോ പ്രശ്നം. വക്കീലേ, ആ ഉത്തമൻ, എനിക്ക് അടുത്ത കേസ് വന്നു. ഞാൻ പോവാ. വക്കീലേ, എന്തിന്? നമസ്കാരം സാറേ. ഉത്തമൻ വക്കീലെ കാണാൻ വന്നാണോ? അതെ അതെ. എന്താ കേസ്? പിടിച്ചവരെ സ്ത്രീ പീഡനോ? അതൊന്നും അല്ല സാറേ. എങ്കിൽ വക്കീല് കേസ് വാദിക്കില്ല. സാറേ, ഒരാൾ ന്യായമായ ഒരു ആവശ്യം പറഞ്ഞു വന്നാൽ ഒരിക്കലും ഈ വക്കീല് ആ കേസ് വാദിക്കില്ല. പുറത്ത് പറയാൻ കൊള്ളാത്ത വൃത്തികേട് കാണിച്ചിട്ട് വരുന്നവരാണെങ്കിൽ വക്കീലിന് ഭയങ്കര സന്തോഷമായിരിക്കും. അത്തരക്കാരുടെ കേസുകൾ വക്കീല് അങ്ങോട്ട് പോയി അന്വേഷിച്ച് വാദിക്കും. എനിക്ക് കാര്യം മനസ്സിലായില്ല. ഉത്തമ, വില്ലേജ് ഓഫീസർക്ക് വട്ട, വേറെ പ്രശ്നമൊന്നുമില്ല. ആർക്കടെ വട്ട്? ഉത്തമ,
ഒരു പാവം ഏലിയാസ് ഒരു കേസുമായിട്ട് വന്നു. അയാളുടെ ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ വാടകക്കാരൻ കഴിഞ്ഞ 9 മാസമായി കെട്ടിടത്തിന്റെ വാടക കൊടുക്കുന്നില്ല. ആ വാടക മാത്രമാണ് ഏലിയാസിന്റെ വരുമാന മാർഗം. വാടക കൊടുക്കാത്ത വാടകക്കാരനെതിരെ കേസ് കൊടുക്കാതെ വേറെ എന്താ ചെയ്യുക? അതിന് ആ പാവം ഇവിടെ വന്നപ്പോ ഇവള് പറയുക, അത്തരം നിസാര കേസുകൾ ഞാൻ വാദിക്കില്ല എന്ന്. ഉത്തമ, വലിയ വലിയ കേസുകൾ വാദിക്കാൻ തന്നെ എനിക്ക് സമയം തികയാതിരിക്കുമ്പോ ഇത്തരം നിസാര കേസുകൾ വാദിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നെങ്കിൽ കേസ് കൊള്ളാവുന്നതായിരിക്കണം, ഇല്ലെങ്കിൽ കക്ഷിയുമായിട്ട് നമുക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കണം. ഉത്തമം കൊണ്ടുവരുന്ന ചെറിയ കേസുകൾ പോലും ഞാൻ ഏക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ തമ്മിലുള്ള പരിചയം വെച്ച്. ഈ വന്ന ഏലിയാസിനെ എനിക്ക് പറഞ്ഞുകൂടാ, മോഹനേട്ടന് പറഞ്ഞുകൂടാ. പക്ഷേ ന്യായം അത് അയാളുടെ പക്ഷത്തല്ലേ? അതൊക്കെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു നിസ്സാര കേസ് വാദിക്കാൻ എന്തിനാണ് ഈ അഡ്വക്കേറ്റ് സത്യഭാമ? നിനക്കൊരു ധാരണയുണ്ട് നീ ഏതോ കൊടിയേറ്റ വക്കീലാണെന്ന്. അത് വെറുതെ. ഇപ്പൊ ആ പാവ ഏലിയസിന്റെ കേസ് വാദിക്കാത്തതിന് നീ അനുഭവിക്കും. നിന്നെ ആരും ഒരു കേസ് ഏൽപ്പിക്കാത്ത അവസ്ഥയാവും. അന്ന് നീ ഒരു കേസതായോ എന്ന് പറഞ്ഞ് കക്ഷികളുടെ വീട്ടിൽ കയറി ഇറങ്ങും. ഇപ്പൊ കാണിക്കുന്നത് അഹങ്കാരമാണെന്ന് അന്ന് നിനക്ക് മനസ്സിലാവും. നോക്കോ, അറിയിക്കോട്ട് അഹങ്കാരി. സാർ ഇതിന് മാത്രം ദേഷ്യപ്പെടാൻ എന്താണ് വക്കീൽ ഉണ്ടായത്? ഉത്തമ, പറഞ്ഞു വരുമ്പോ ഏലിയസിന്റെ ഭാഗത്താണ് ഞാൻ. അയാളെ കേസുമായിട്ട് ഇന്നലെ വക്കീലാഫീസിൽ വന്നിരുന്നു. അപ്പോഴേ എനിക്കറിയാം ന്യായം അയാളുടെ പക്ഷത്താണെന്ന്. ന്യായം കണ്ട പിന്നെ വില്ലേജ് അവിടെയല്ലേ നിൽക്കൂ. അല്ല, എന്നാ പിന്നെ വക്കീൽ ആ കേസൊക്കെ വാദിച്ചൂടെ? കേസൊക്കെ വാദിക്കാം, പക്ഷേ ചില സമയത്ത് തന്ത്രപരമായി നീങ്ങുന്നതാണ് നല്ലത്. ഇതെന്താണ് തന്ത്രപരം? അത് ഉത്തമന് മനസ്സിലാവില്ല, അതുകൊണ്ട് വിട്. ഇപ്പൊ ഉത്തമം വന്നതിനാ? വേറെന്തിനാണ്? നമ്മുടെ ആ പ്രകാശന്റെ കാര്യം പറയാൻ. അതിനെന്താണ് വക്കീൽ ഒരു തീരുമാനം? തീരുമാനം ഉണ്ടാക്കാം. പ്രകാശനോട് ഉച്ച കഴിഞ്ഞ് വക്കീലാഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഓ, അപ്പൊ ശരി വക്കീല്. ഓ ശരി. ഇത്ര ഇവിടുന്ന് റെഡിയായോ? എന്താണ് വലിയ ഗൗരവം? ഇതിലിത്ര പിണങ്ങാൻ എന്താ ഉള്ളത്? മോഹനയുടെ ആഫീസ് കാര്യങ്ങൾ ഞാൻ ഇടപെടാൻ മോഹനയുടെ സമ്മതിക്കുവോ? അതുപോലെ ഞാൻ ഏത് കേസ് വാദിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. നിനക്കറിയാമോ, ആ ഏലിയാസ് എന്ന മനുഷ്യന് വേറെ ഒരു വരുമാനവും ഇല്ല. കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന കാശുകൊണ്ടാണ് അയാൾ ജീവിക്കുന്നത്. അയാൾക്ക് ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. കൃത്യമായി വാടക കിട്ടാതിരുന്നാൽ അയാൾ എങ്ങനെ വീട്ടുകൾ നടത്തും? പോകാൻ നേരം അയാൾ എന്റെ മുഖത്തൊക്കെ പറഞ്ഞെന്താണെന്നറിയാമോ? ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അയാളും കുടുംബവും ആത്മഹത്യ ചെയ്യുമെന്ന്. അങ്ങനെ ഗതികെട്ടൊരു മനുഷ്യൻ സഹായം ചോദിച്ചു വരുമ്പോ മുഖം തിരിക്കുന്നവൻ മനുഷ്യനാണോ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ കേസ് വാദിച്ചേനെ. അത് വിട് മോഹനേട്ട, ഞാൻ കഴിക്കാനെടുക്കാം. അതെന്താ? സഹജീവിക്ക് ഒരു പ്രശ്നം വരുമ്പോ സഹായിക്കാത്ത നീ ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ കഴിയില്ല. അതും ഇതോട് കൂട്ടിക്കുഴയ്ക്കുന്ന എന്തിനാ മോഹനേട്ട? എന്റെ വാക്കിന് നീ വില കൽപ്പിക്കാത്തടത്തോളം നീ ഉണ്ടാക്കുന്ന ഭക്ഷണവും എനിക്ക് വേണം. ഞാനിപ്പോ എന്ത് വേണമെന്നാ മോഹനേട്ട പറയുന്നേ? പറഞ്ഞല്ലോ, ഞാൻ ഏലിയസിന്റെ കേസ് വാദിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ, സമ്മതിച്ചു. തീർന്നില്ല പ്രശ്നം? വെറുതെ പറഞ്ഞാ പോരാ. ഞാൻ മോഹനേട്ടനോട് ഒരു വാക്ക് പറഞ്ഞാൽ മാറില്ല. മോഹനേട്ടന്റെ നിർബന്ധത്തിന്റെ വഴങ്ങി ഞാൻ ഏലിയാസിന്റെ കേസ് വാദിക്കും. എന്നെ വിശ്വസിക്കും സാറേ. എന്റെ മോഹനേട്ടന് വേണ്ടി ഞാൻ ഈ കേസ് ഏറ്റെടുത്തു. ഇന്ന് തന്നെ അതിന്റെ അടുത്ത നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. പോരെ? സത്യം ചെയ്യ്. അത് വേണോ? വേണം. ശരി, ഏലിയാസിന്റെ കേസ് ഞാൻ മോഹനേട്ടന് വേണ്ടി വാദിക്കും. ഇത് സത്യം. തീർന്നില്ലേ? ബാ, കാപ്പി കുടിക്കാം. സാറേ, സംഗതി പ്രശ്നമായി. മോഹനേട്ടൻ സാറില്ലേ? ഉണ്ട്. എന്ത് പറ്റി ശിശുപാലൻ ചേട്ടാ? സാർ ഇത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ ഇനിയിപ്പോ സാറിന് അറിയാതെ പറ്റിയതാണോ? ശിശുപാലൻ ചേട്ടാ, കാര്യം പറ. ഇത് പ്രശ്നമാവും, ഉറപ്പായിട്ട് പ്രശ്നമാവും. ആരെങ്കിലും ഇങ്ങനെ സ്വയം പാര വയ്ക്കുവോ? പാര വെച്ചോ? ആരെ? ആർക്കിട്ട്? ഒന്നും പറയണ്ട സാറേ. താലൂക്ക് ഓഫീസിലെ സഹദേവൻ പറഞ്ഞല്ലേ ഞാൻ കാര്യം അറിയുന്നേ. ഏലിയാസിന് വേണ്ടി കേസ് വാദിക്കുന്നത് സത്യമാവാക്കിയില്ല. ഏത് ഏലിയാസ്? ഏലിയാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല. 5-6 കൊല്ലം പഴക്കമുള്ള കേസല്ലേ. നിങ്ങൾ ഒരുപക്ഷെ അയാളെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ ശിശുപാല?
എന്റെ സാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വക്കീൽ ഏലിയാസിന്റെ കേസ് വാദിക്കുന്നത്. അത്രേ ഉള്ള കാര്യം. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് മാത്രമല്ല, ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഭാമ ഏലിയാസിന്റെ കേസ് ഏറ്റെടുത്തത്. ആദ്യമൊന്നും ഭാമ അതിന് തയ്യാറല്ലായിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഏലിയാസിന്റെ ഭാഗത്താണ് ന്യായമെന്ന്. സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യ ന്യായത്തിന്റെ പക്ഷത്തല്ലേ നിൽക്കുന്നത്? ഏലിയാസിന്റെ പക്ഷത്താ ന്യായമെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഏലിയാസിന്റെ കേസ് എന്താണെന്ന് സാറിന് അറിയോ? അറിയാം. 6-7 കൊല്ലം മുമ്പ് അയാളുടെ കെട്ടിടം ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. 9 മാസം മുൻപ് വരെ വാടക കൃത്യമായി കിട്ടിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 9 മാസമായി വാടകക്കാരൻ വാടക കൃത്യമായി കൊടുക്കുന്നില്ല. ആ വാടക മാത്രമാണ് ഏലിയാസിന്റെ ഏക വരുമാനം. അത് കിട്ടാതെ അയാൾ എങ്ങനെ ജീവിക്കും? വാടക ചോദിച്ചപ്പോൾ വാടകക്കാരൻ ഉടക്കിടുന്നു. കേസ് കൊടുക്കല്ലാതെ വേറെ എന്ത് ചെയ്യും? എന്തു പറയുന്നു സ്വയംപ്രഭ? അത് സാറ് പറഞ്ഞതാ ന്യായം. പിന്നല്ലാതെ വാടക കിട്ടിയില്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ കേസ് കൊടുക്കും. അതിനെന്താ? ശരി, സമ്മതിച്ചു. പക്ഷെ ഈ ഏലിയാസ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടം ഏതാണെന്ന് അറിയാമോ? അതറിയേണ്ട കാര്യമില്ല. അറിയണം സാർ. ഏലിയാസ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ കെട്ടിടത്തിലാണ് കാന്തല്ലൂർ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിനെന്താ? ഏത് വില്ലേജ് ഓഫീസ്? എന്റെ സാറേ, നമ്മൾ നിൽക്കുന്ന ഈ കെട്ടിടമായി ഏലിയാസ് വാടകയ്ക്ക് കൊടുത്ത് 6-7 കൊല്ലം മുമ്പാ അന്നത്തെ തഹസിൽദാര കാന്തല്ലൂർ വില്ലേജ് ഓഫീസിന് വേണ്ടി ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്ത്. സാറും പ്രൊഫസറും കാഞ്ചന സാറും ഇവിടെ വരുന്നതിന് മുമ്പ് താലൂക്ക് ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് വാടക കിട്ടിക്കൊണ്ടിരുന്നത് ആ ഏലിയാസിന്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് 8-9 മാസമായിട്ട് വാടക കൊടുക്കുന്നില്ല. പറഞ്ഞു വരുമ്പോ ഏലിയാസിന്റെ പക്ഷത്താ ന്യായം. വാടക കിട്ടാതെ അയാൾ എന്ത് ചെയ്യും? അയാൾക്കും ജീവിക്കണ്ടേ? പക്ഷേ ആ കേസ് വേറെ ഏതെങ്കിലും വക്കീൽ വാദിക്കുന്നതല്ലേ നല്ലത്? കാന്തല്ലൂർ വില്ലേജ് ഓഫീസറുടെ ഭാര്യ കാന്തല്ലൂർ വില്ലേജ് ഓഫീസ് ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് കേസ് കൊടുത്തെന്ന് തഹസിൽദാരും കളക്ടറൊക്കെ അറിയുമ്പോ സംഗതി പ്രശ്നമാവില്ലേ? മോനേഷ് സാറ് ഇക്കാര്യത്തിൽ സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാ. ഹലോ, അതെ സത്യഭാമയാണ്. ആ അതെ അതെ, ഞാനാ കേസ് വാദിക്കുന്നത്. ഇങ്ങനെ ബാധിക്കാതിരിക്കും വേണ്ട വേണ്ടെന്ന് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. പക്ഷെ മോഹനോട് നിർബന്ധിച്ചു. ആ മോഹനേട്ടൻ അങ്ങനെയൊന്നുമില്ല. പറയുമ്പോ മോഹനേട്ടൻ ആഫീസിനെതിരെയാണ് കേസ്. പക്ഷേ ന്യായം ഏലിയാസിന്റെ ഭാഗത്താണല്ലോ. മോഹനേട്ടൻ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കൂ. അത്രയ്ക്ക് സത്യസന്ധനാ. മോഹനേട്ടന് പ്രയാസമാകുമെന്ന് കരുതി ഇന്നലെ തന്നെ ഞാൻ ഏലിയാസിനെ പറഞ്ഞു വിട്ടതാ. പക്ഷെ സംഭവം അറിഞ്ഞതും മോഹനേട്ടൻ പറയുകയാണ്, ഭാമേ നീ ആ കേസ് വാദിച്ചേ പറ്റൂ എന്ന്. ഞാൻ ആ കേസ് വാദിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് വരെ മോഹനേട്ടൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ സമ്മതിക്കാതെ എന്ത് ചെയ്യും? ഞാൻ സമ്മതിച്ചു. വെറുതെ സമ്മതിച്ചെന്ന് പറഞ്ഞാ പോരാ, മോഹനേട്ടൻ എന്നെ കൊണ്ട് സത്യം ചെയ്ത് വാങ്ങിച്ചു. ഞാൻ പിന്നെ വിളിക്കാമേ, ഇവിടെ ചെറിയൊരു പ്രശ്നം. സ്വന്തം ഭർത്താവിനെ ചതിക്കുക അന്തസ്സുള്ള ഭാര്യമാർ ചെയ്യുന്ന പണിയാണത്. ഞാൻ എന്ത് ചെയ്തു? ഇനി ഞാൻ തഹസിൽദാരോട് പറയും. വില്ലേജ് ഓഫീസിനെതിരെ കേസ് കൊടുക്കുന്നത് വില്ലേജ് ഓഫീസറുടെ ഭാര്യ. ഇത് എവിടുത്തെ നാട്ടുനടപ്പാണ്? അത് നാട്ടു നടപ്പില്ലാന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ പരമാവധി ഒഴിവായത്. അപ്പൊ മോഹനേട്ടൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ ആ കേസ് വാദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് മോഹനേട്ടൻ എന്നോട് എന്തുമാത്രം ദേഷ്യപ്പെട്ടു. സ്വന്തം ഭർത്താവ് പറയുന്ന അനുസരിക്കാവുന്നതാണ് അന്തസ്സുള്ള ഭാര്യമാരുടെ ഉത്തരവാദിത്തം. ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കേസ് വില്ലേജ് ഓഫീസിനെതിരെയാണെന്ന് എന്നോട് പറഞ്ഞോ? കേസ് ആർക്കെതിരെയാണെങ്കിലും ന്യായം ഏലിയാസിന്റെ ഭാഗത്തല്ലേ മോഹനേട്ടാ. ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുക എന്നതാണ് മനുഷ്യധർമ്മം എന്ന് മോഹനേട്ടൻ പറഞ്ഞില്ലേ? പക്ഷേ ഇത് ചതിയാണ്. ഒരിക്കലുമല്ല. നല്ലൊരു ലക്ഷ്യം സാധിക്കാനായി ഞാൻ തന്ത്രപരമായി നീങ്ങിയതല്ലേ. നേരിട്ട് പറഞ്ഞ മോഹനേട്ടൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനൊരു ബുദ്ധി ഉപയോഗിച്ചു. മോഹനേട്ടൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ വക്കാലത്ത് ഏറ്റിട്ട് പിന്നെ മോഹനേട്ടൻ എതിർക്കാൻ പറ്റില്ലല്ലോ. ഈ കേസിൽ റവന്യൂ വകുപ്പ് പ്രതിയും ഏലിയാസ് വാദിയുമാണ്. പക്ഷേ
പ്രതിയെ കൊണ്ട് തന്നെ വാദിയുടെ ആവശ്യം ഞാൻ പറയിച്ചു. അത് മോഹനകൃഷ്ണൻ സാറിന്റെ അടുത്ത് നിന്ന് ഇന്ന് രാവിലെ സത്യഭാമ ഓടിച്ച ബുദ്ധി. മോഹനേട്ടാ, ഒരു തർക്കം നടക്കുമ്പോ നമ്മുടെ എതിരാളിയെ കൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയിക്കുന്നത് ചെറിയ കാര്യമാണോ? സത്യഭാമ മാന്യത കാണിക്കേണ്ടടുത്ത് മാന്യത കാണിക്കും, നിയമം പറയേണ്ടടുത്ത് നിയമം പറയുകയും ചെയ്യും, തന്ത്രപരമായി നീങ്ങേണ്ടടുത്ത് തന്ത്രപരമായി നീങ്ങുകയും ചെയ്യും. ഒരു മിനിറ്റ്. ഹലോ. വക്കീലെ ഞാനാ. എന്താ എലിയാസേട്ടാ? തഹസീൽദാർ എന്നെ വിളിച്ചിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ കുടിശ്ശിക മുഴുവൻ തീർത്തു തരാമെന്ന് പറഞ്ഞു. അതുവരെ കേസ് മാറ്റിവെക്കുന്നതല്ലേ നല്ലത്? പിന്നല്ലേ, നമുക്ക് നമ്മുടെ കാര്യം നടന്നാ പോരെ എലിയാസേട്ടാ? അല്ല, സാറുണ്ട് വക്കീലെ? ഉണ്ട്, ഞാൻ കൊടുക്കാം. എലിയാസേട്ടനാ? എനിക്കാണ്. ഇങ്ങനെ വാശി പിടിക്കില്ലേ, എന്തോ കാര്യമായിട്ട് പറയാനാ. ഹലോ. സാറേ, സാറ് നിർബന്ധിച്ചുകൊണ്ടാ വക്കീല് കേസ് ഏറ്റെടുത്തത്. സാറിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും സമ്മതിക്കില്ല. വലിയ നന്ദിയുണ്ട് സാറേ. തഹസീൽദാരെ വിളിച്ച് അടുത്ത ആഴ്ച പൈസ തരാമെന്ന് പറഞ്ഞു. കൂട്ടത്തില് സാറിനെ പറ്റി വലിയ അഭിപ്രായം പറഞ്ഞു. റവന്യൂ വകുപ്പിൽ മോഹനകൃഷ്ണനെ പോലെ സത്യസന്ധനായ വേറെ ആളില്ല. തഹസീൽദാർക്ക് സാറിന് വലിയ ബഹുമാനമാണെന്നും പറഞ്ഞു. ഒന്നുമില്ല. ഏലിയാസേട്ടന്റെ അവസ്ഥയെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു മോനേട്ടാ. സത്യം പറഞ്ഞാൽ വലിയ ഗതികേടില്ല. പിള്ളേരുടെ പഠിത്തത്തിന്റെ കാര്യം പോലും വലിയ കഷ്ടത്തില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു വളഞ്ഞ വഴി കാണിച്ചത്. അത് മോഹനോടനെ പറ്റിക്കാനല്ലോ. സോറി. സോറി പറഞ്ഞ എന്തിനാ? നീ പറഞ്ഞല്ലേ ശരി. ഈ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും ആരുടെയും അനുവാദം വേണ്ട. എങ്കിൽ പിന്നെ നമുക്ക് തന്ത്രപരമായി ഒരു ചായ കുടിച്ചാലോ? തന്ത്രപരമായി നീങ്ങുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ തന്ത്രങ്ങൾ ഒരുപാടാകുമ്പോൾ നമ്മൾ പ്രയോഗിച്ച തന്ത്രങ്ങൾ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ടെന്നുകൂടി ഓർത്തു വെക്കണം. വില്ലേജ് ഓഫീസറുടെ തന്ത്രങ്ങളെ അതേ തന്ത്രങ്ങൾ കൊണ്ട് നേരിട്ട സത്യഭാമയെ അഭിനന്ദിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.